യേശു ശമറിയായിലൂടെ കടന്നു പോകുമ്പം യാക്കോബിൻ്റെ കിണറിനരികിൽ വന്ന് അവൻ അവിടെ ഇരുന്നു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു. അവർ അകലെയായിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് ചോദിച്ചു. അവള് യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു യഹൂദനാണ്, ഞാൻ ഒരു ശമറായക്കാരിയാണ്. എനിക്ക് നിനക്ക് വെള്ളം തരാൻ പറ്റത്തില്ല. കാരണം ശമറിയാക്കാരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യഹൂദരും ശമറിയാക്കാരും തമ്മിൽ സമ്പർക്കമില്ലാത്തതിൻ്റെ കാരണം എന്താ? ശമറായക്കാരി സ്ത്രീ പറഞ്ഞു, എനിക്ക് നിനക്ക് വെള്ളം തരാൻ പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരും ശമറിയാക്കാരും തമ്മിൽ സമ്പർക്കം ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽക്കാരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാർ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്തം പരിശുദ്ധമായ രക്തമാണ്, മറ്റൊരു ജാതിക്കാരുമായിട്ട് കലർപ്പുണ്ടാകാത്ത കലർപ്പില്ലാത്ത രക്തമാണ് ഞങ്ങളുടെ രക്തം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ജെറമ്യായുടെ പുസ്തകമൊക്കെ വായിച്ചാൽ കാണാം, ഇസ്രായേൽക്കാർ ഒത്തിരി പേരെ ബാബിലോണിലേക്ക് അടിമകളായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ബാബിലോണിലെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽക്കാർ പലരും നിർബന്ധിക്കപ്പെട്ടു. അവിടുത്തെ ഗ്രീക്ക് യുവതികളുമായിട്ട് വിവാഹം ചെയ്യാനും യുവാക്കന്മാരെ ആയിട്ട് വിവാഹം ചെയ്യാനും നിർബന്ധിക്കപ്പെട്ട് അങ്ങനെ അവർ ഒരു മിക്സഡ് ഗ്രൂപ്പ്, അന്യമതസ്ഥരുമായിട്ട് ഇടപഴകി അതിൽ നിന്നുണ്ടായ മക്കൾ, അങ്ങനെയുള്ളൊരു മറ്റൊരു തലമുറയാണ് പിന്നീട് ബാബിലോണിലെ അടിമത്തത്തിൽ നിന്നും തിരിച്ചു വന്ന യഹൂദ ജനതയോടൊപ്പം ഈ മനുഷ്യരും പോന്നു. കാരണം ഇവര് യഹോവയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. കാര്യം ഇവരുടെ മാതാവ് അല്ലെങ്കിൽ പിതാക്കന്മാരിൽ ഒരാള് യഹൂദനായിരുന്നില്ല, വിജാതീയനായിരുന്നെങ്കിലും അവര് യഹോവയിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവർ തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പം ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട യഹൂദന്മാർ പറഞ്ഞു, നിങ്ങളുടെ ബ്ലഡ് ശരിയല്ല, നിങ്ങളുടെ അശുദ്ധ രക്തമാണ്, ഞങ്ങൾ പ്യുവർ ബ്ലഡാണ്, ഞങ്ങൾ പ്യുവർ ബ്ലഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾ താമസിക്കില്ല. ഇവരെല്ലാം കൂടെ മാറ്റി എങ്ങോട്ട്? ശമറിയായിലേക്ക് മാറ്റി. മറ്റവർ യൂദയായിൽ താമസിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് യഹൂദരും ശമറിയാക്കാരും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ആൾക്കാരും, യഹൂദരും ശമറിയാക്കാരും യഹോവയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യത്യാസം അവരിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ യേശുവിന് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? ശമറിയായിലൂടെ യാത്ര ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ശമറിയാക്കാരി സ്ത്രീ പറഞ്ഞു, എനിക്ക് നിനക്ക് വെള്ളം തരാൻ പറ്റിയല്ല. അപ്പൊ യേശു എന്ത് ചെയ്തു? താൻ ആരാണെന്ന് കുറേശ്ശെ വെളിപ്പെടുത്താൻ തുടങ്ങി. യേശു പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ അറിയുകയും ഞാൻ നിനക്ക് വെള്ളം തരികയും ചെയ്യും. ഞാൻ നിനക്ക് വെള്ളം തന്നാൽ നീ ആ വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. അത് നിനക്ക് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്.